ആദ്യം തന്നെ ഒരു വലിയൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാം. ഓക്കെ, നമ്മുടെ രാഹുൽ പാലക്കാടിൽ മത്സരിക്കും. സ്വതന്ത്രനായി അല്ല, കോൺഗ്രസ് സീറ്റിൽ തന്നെ നമ്മുടെ രാഹുൽ മത്സരിക്കും. എന്താ ബ്രോ, ഭ്രാന്തായോ? അല്ല, ഒരു കോൺഗ്രസ് നേതാവ് പറയുന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. റിണി എന്ന വിഷത്തോടും റിണി എന്ന പരമ ജന്തുവിനോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. റിണി എന്ന വിഷമേ, നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിഞ്ഞു. ഓക്കെ, അതായത് രാഹുലിനെതിരെ വന്ന 3 കേസും ഇല്ലാത്ത കേസാണ്, പക്ക ഫേക്കാണ്. ഓക്കെ, ആദ്യ കേസ് ആ പെണ്ണാണ്. ഓക്കെ, അതിജീവിത എന്ന ഒന്നാമത്തെ അതിജീവിത എന്ന് പറയുന്ന ആ പെണ്ണ് രാഹുലിനെ ചതിക്കുകയായിരുന്നു. അത് ഞാൻ കുറേ ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്, അങ്ങനെ ഒരു പെണ്ണ് ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഓക്കെ, ഒരു മൈലിൽ ആരോ ഒരാൾ, ഏതോ ഒരു പുരുഷനോ ഏതോ ഒരു സ്ത്രീയോ ഏതോ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്ത അതായത് ഒരു ലാപ്ടോപ്പിൽ ഒരു മൈൽ അയച്ച കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ അതിജീവിത, അത് വലിയൊരു കോമഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു അതിജീവിതയാണ്, രാഹുലിൻ്റെ പിന്നിൽ പോയ അതിജീവിത. അതായത്, രാഹുലേ, എനിക്ക് നിന്നെ കാണണം. രാഹുലേ, നിന്റെ കൂടെ എനിക്ക് കാറിൽ യാത്ര ചെയ്യണം. രാഹുലേ, എനിക്ക് രാത്രി നിന്നോട് എൻ്റെ കുടുംബ പ്രശ്നം പറയണം. അതായത്, ആരോരുമില്ലാത്ത ഫ്ലാറ്റിൽ ഞാനൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് അതൊരു 11 മണിക്കും 12 മണിക്കുമാണ്. രാത്രി 12 മണിക്ക് നിന്നെ എനിക്ക് കിട്ടണം. 1 മണിക്കൂറൊന്നുമല്ല 3 മണിക്കൂർ നല്ല എന്തെങ്കിലും ഫുഡ് റെഡ് ബുള്ളൊക്കെ കുടിച്ച് വരണം. 3 മണിക്കൂർ നിന്നെ എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ് രാഹുലിൻ്റെ പിന്നാലെ നടന്ന ഒരു വൃത്തികെട്ട യുവതി, ഒരു വൃത്തികെട്ട അതിജീവിത, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അതിനുശേഷം ആ കള്ള ചാറ്റ്സ് ഒക്കെ കോടതിയിൽ കൊണ്ടുകൊടുക്കുകയും ആ കള്ള ചാറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഹുലിനെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ രാഹുലിൻ്റെ കയ്യിൽ അതിനൊക്കെ ഡിഫെൻഡ് ചെയ്യുന്ന അതിശക്തമായ തെളിവ് നമ്മുടെ കോടതിയിൽ കൊടുക്കുകയും, അപ്പോൾ കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊക്കെ ഇല്ലാത്ത കേസാണ്. 3 കേസും രാഹുലിനെ കൊടുക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയ കേസാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും, എന്താണ് ബ്രോ, ഭ്രാന്തായോ? പിന്നെ എന്തിനാണ് നമ്മുടെ രാഹുൽ നിലവിലും ജയിലിൽ തുടരുന്നത് എന്ന്? ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത്, കോടതിയും കേസും ഈ പറയുന്ന പോലീസ് സ്റ്റേഷനും എല്ലാം പെൺകുട്ടികൾക്കാണ്. അതായത്, അവർക്കാണ് ഒരു മുൻഗണന. എനിക്കെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് സത്യമുണ്ടോ ഇല്ലയോ ഒന്നും നോക്കൂല സാറന്മാർ, കോടതിയും. അതായത്, അതിൽ എന്തെങ്കിലും തുമ്പുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുലിനെതിരെ ഒരു തെളിവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഈ പറയുന്ന അതിജീവിതന്മാരുണ്ടല്ലോ, കോടതിയിൽ പോയി കരയുകയാണ്. അതായത്, വെറുതെ പറയുകയാണ്, രാഹുൽ എന്നെ കാറിൽ വെച്ച് പീഡിപ്പിച്ചു, രാഹുൽ എന്നെ ഫ്ലാറ്റിൽ കയറി പീഡിപ്പിച്ചു. ആ പീഡിപ്പിക്കുന്ന ദൃശ്യം, വീഡിയോ രാഹുൽ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങാനും രാഹുലിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ രാഹുൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇല്ലാതാവുന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കോടതിയല്ലേ, പെൺകുട്ടികൾക്കല്ലേ, ഏത് കോടതി ആയാലും പെൺകുട്ടികൾക്കാണ് ഒരു മുൻഗണന. നമ്മുടെ സാറുമാരോട് കോടതി പറയുകയാണ്, അന്വേഷിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അന്വേഷിക്കുക. അങ്ങനെയാണ് നമ്മുടെ രാഹുൽ നിലവിൽ ജയിലിൽ കഴിയുന്നത്. ഓക്കെ, ഇന്നാണ് 28-ാം തീയതി. ഇന്ന് ഉറപ്പായിട്ട് നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടുമെന്നാണ്. അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും പേടിക്കണ്ട, മേൽക്കോടതിയിൽ ഈ 3 കേസും നിലനിൽക്കുന്നതല്ല. ആദ്യ കേസിൽ മാത്രം രാഹുൽ ആ പെൺകുട്ടിയുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത്, നമ്മൾ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും കാമമുണ്ടല്ലോ. അതായത്, രാഹുൽ ഒരു പീഡന വീരനല്ല, കാമഭ്രാന്തിലല്ല ശാരീരികമായി ബന്ധപ്പെട്ടത്. അവളെ എൻ്റെ ലൈഫ് പാർട്ട്ണർ ആക്കണമെന്ന് കരുതിയിട്ടാണ്. ബാക്കി രണ്ടും പക്ക ഫേക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് രാഹുലിനെ പാലക്കാടിൽ മത്സരിപ്പിക്കാനുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം തന്നിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം ഞാൻ അതിനെ വിശദീകരിച്ച് തരാം. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അയാൾ അങ്ങനെ ഒരു പറയാൻ സാധ്യതയില്ല. അയാൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെയുള്ളൊരു ചട്ടത്തരത്തിലേക്ക് അയാൾ നീങ്ങില്ല, ചെയ്യില്ല, പറയില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അയാൾക്ക് പറയാനുള്ളതും സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്, കാരണം അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പാർട്ടിൻ്റെ കയ്യിലല്ല. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ അതൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. രാഹുൽ മത്സരിച്ചാൽ അത് കോൺഗ്രസിനും UDF-നും ഒരു തിരിച്ചടിയാവില്ലേ? ആര് മത്സരിച്ചാലും കോൺഗ്രസിന് ഒരു കണ്ടി കോൺഗ്രസിൻ്റെ സീറ്റാണത്, UDF-ന്റെ സീറ്റാണ്. അങ്ങനെ ഞങ്ങൾ ആരും തള്ളിക്കളയുന്നില്ല. ആരും കോൺഗ്രസുമായിട്ട് യോജിച്ച് എല്ലാവരും മുന്നോട്ട് പോകുക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേട്ടല്ലോ, നിങ്ങൾ ഗിഡ വിറക്കുകയാണ്. ഓക്കെ, അതായത്, ഒരു കാര്യം കൂടി അടക്ക പറയുകയാണ്, നമ്മുടെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടങ്ങുന്ന വലിയൊരു സംഘം നിരന്തരം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ ശശി തരൂർ നിരന്തരം പറയുന്നത്, രാഹുലിനെ ഒരിക്കലും നമ്മൾ മറക്കരുത്, രാഹുലിന് നമ്മൾ സീറ്റ് കൊടുക്കണം. രാഹുൽ, അതായത് നമ്മുടെ ശശി തരൂർ പറയുന്നത്, ഉള്ള കേസാണെങ്കിലും ഇല്ലാത്ത കേസാണെങ്കിലും ആണുങ്ങളാണ്, എല്ലാവർക്കും തെറ്റ് സംഭവിക്കും, നമ്മുടെ രാഹുലിന് നമ്മൾ മാപ്പ് കൊടുക്കണമെന്ന്, അതിനുശേഷം നമ്മുടെ രാഹുലിനെ മത്സരിപ്പിക്കണമെന്നാണ് ശശി തരൂർ പറയുന്നതൊക്കെ. കോൺഗ്രസിൻ്റെ എല്ലാ ഓഫീസിലും
മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്യുന്നു നമ്മുടെ രാഹുലിനെ പാലക്കാടിൽ, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട്. ഈ കേസൊന്നും, അതായത് മറ്റന്നാൾ ഇന്ന് നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാഹുലിനെ മത്സരിപ്പിക്കും. കാരണം വരുന്നതൊക്കെ ഫേക്ക് എന്ന് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ അടങ്ങുന്ന, VD സതീശൻ അടങ്ങുന്ന മുതിർന്ന എല്ലാ നേതാക്കൾക്കും അറിയും. അതായത് ഇതൊക്കെ ഫേക്ക് കേസാണ്, കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഇവറ്റകൾ ഉണ്ടാക്കുന്ന കേസെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മീഡിയാസിന് മുമ്പിൽ ഇവരാരും വന്ന് പറയുന്നില്ല, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈ 2026 എലക്ഷൻ വരാനുണ്ട്. അതുകൊണ്ട് അവർ എലക്ഷനിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി പറയുകയാണ്, ഇങ്ങനെ വിറച്ചല്ലോ, നിങ്ങൾ കണ്ടല്ലോ ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ അങ്ങനെ ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിറക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നമ്മൾ കണ്ടത്. അത് പേടിക്കുന്നു. നമ്മളെ രാഹുലെങ്കാലം പാലക്കാടിൽ മറ്റേ സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുകയാണ്, ഉറപ്പായിട്ടും ജയിക്കുന്നേ, രാഹുൽ ജയിക്കും. ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജന്മത്ത് ജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ കോൺഗ്രസിനെ കളിയാക്കുന്നതല്ല. പാലക്കാടിൽ 4 സ്ഥാനാർത്ഥികളായാൽ, ഒന്ന് BJP, CPM, കോൺഗ്രസ്, നമ്മുടെ രാഹുൽ, 4 സ്ഥാനാർത്ഥികളായാൽ കോൺഗ്രസിന്റെ വോട്ട് രാഹുലിന് പോകും. കാരണം രാഹുലിനെയല്ലേ ഒറ്റകൾ എല്ലാവരും കൂടി ആക്രമിച്ചത്. അപ്പോൾ റിണി എന്ന വിഷത്തോടും റിണി എന്ന ജന്തുവിനോടും ഒരു കാര്യം പറയുകയാണ്, റിണി എന്ന ജന്തുവെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും ഞങ്ങളുടെ രാഹുലിനെ നീ വെറുതെ വിടണമെന്ന് ഞാൻ പറയുകയാണ്. ഇല്ലാത്ത കേസ് നീ ഒരു മാപ്പ് പറയണം റിണി. അതായത് നിന്റെ കയ്യിൽ നിന്ന് നീയാണ് ഇതിനൊക്കെ ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ട് നീ പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നീ അതിനൊരു മാപ്പ് പറയണം. ഇല്ലെങ്കിൽ രാഹുലിൻ്റെ അമ്മയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വലിയ രീതിയിൽ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നേ ഞാൻ പറയാം. അതായത് കൊടുക്കണം, നമ്മൾ മാനനഷ്ടത്തിന് വലിയൊരു കേസ് ഇവറ്റകൾക്ക് കൊടുക്കണം. ഇനി മേളിൽ ഇവറ്റകൾ പൈസ മേടിച്ചിട്ട്, ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് ഇങ്ങനെയുള്ള പണി എടുക്കരുത് എന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആരാണ് 2026 ഒരു ചെറിയൊരു കാര്യം കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാണ് 2026 കേരളം ഭരിക്കാൻ പോകുന്നത്? ഉറപ്പിച്ചോളൂ, 100-ൽ കുറയാത്ത സീറ്റിൽ നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വരും. കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ നമ്മുടെ രാഹുലിന് ഇത്തരത്തിലുള്ള കള്ളക്കേസിൽ നിന്ന് രക്ഷക്കാൻ പറ്റും. എന്തായാലും കോൺഗ്രസ് പിന്നിൽ നല്ലോണം സപ്പോർട്ടുണ്ട് നമ്മുടെ രാഹുലിൻ്റെ. ഒരു കാര്യം കൂടി പറയുകയാണ്, മുരളീധരൻ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഈ ചെറ്റ എന്ന് പറയാൻ കാരണം, നമ്മുടെ രാഹുലിന് സപ്പോർട്ട് കൊടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഈ മുരളീധരനാണ്. ഈ മുരളീധരൻ പറയുകയാണ് രാഹുലിന് സീറ്റ് കൊടുക്കരുത്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ പരമ ചെറ്റയാണ്, അവൻ പരമ തെമ്മാടിയാണ്. ഇത് എന്തിനു പറയുന്നത് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. മുരളീധരൻ്റെ ഈ പെങ്ങളുണ്ടല്ലോ പത്മജ BJPക്ക് പോയ സമയത്ത് ഈ പറയുന്ന പത്മജയുടെ അച്ഛനും അമ്മക്കും തന്തക്കും തള്ളക്കും എല്ലാവർക്കും നമ്മുടെ രാഹുൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് രാഹുൽ നല്ലോണം പത്മജക്ക് തെറി വിളിച്ചിട്ടുണ്ട്. അത് മുരളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്ന് തൊട്ടാണ് മുരളിക്ക് നമ്മുടെ രാഹുലിനോട് വലിയ ഒരു വൈരാഗ്യം. അതുകൊണ്ട് മുരളി നിലവിൽ പറയുകയാണ്, രാഹുൽ എത്ര വലിയ പുണ്യാളനായാലും രാഹുലിനെ കോൺഗ്രസ് സീറ്റ് കൊടുക്കരുത്, രാഹുലിന് അംഗത്വം കൊടുക്കരുത്, രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നമ്മൾ പുറത്താക്കണം. അങ്ങനെയൊക്കെയാണ് ഈ പരമ നാറിയെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിന് പ്രായമായി നാറിയെന്ന് ഞാൻ പറയുന്നില്ല, ഈ പറയുന്ന മുരളീധരൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ എത്രയും പെട്ടെന്ന് ശക്തനായി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ കേസിന് എത്രയും പെട്ടെന്ന് ഊരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.